ശ്രീ ആർ വി ബാബു, തിരുവനന്തപുരം ഉഴമലയ്ക്കൽ മങ്ങാട്ടുപാറയിൽ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു അതിക്രമം നടന്നിരിക്കുന്നത്. ചില സാമൂഹ്യ വിരുദ്ധർ അവിടെ ഭക്തർ പൂജിച്ചിരുന്ന വളരെ കാലമായി അത്തരത്തിൽ പൂജാവിധികളൊക്കെ നടക്കുമായിരുന്ന ശിവലിംഗ പ്രതിഷ്ഠയാണ് തച്ചു തകർത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല, അവിടെ നിന്നും ആ ശിവലിംഗ പ്രതിഷ്ഠ കാണാതായിരിക്കുകയാണ്. വളരെ ബോധപൂർവമായുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇന്ന് അവിടെ ഉഴമലയ്ക്കൽ പഞ്ചായത്തിൽ ഹർത്താലും ആചരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഹിന്ദു ക്ഷേത്രങ്ങളോട് പൊതുവെ കാണിക്കുന്ന ഒരു അസഹിഷ്ണുത, അത് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാഫിയ സംഘങ്ങളോ അതല്ലെങ്കിൽ സാമൂഹ്യദ്രോഹികളോ എന്നൊക്കെ പറഞ്ഞ് അതിനെ ചുരുക്കിക്കെട്ടേണ്ടതില്ല. അതിന്റെ കാരണം ഞാൻ പറയാൻ കാരണം, ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ നാട്ടിൽ ഒരു വ്യാപകമായ തോതിലുള്ള പ്രചരണം, ഒരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇത്തരം ഒരു പ്രവർത്തനത്തെ കാണാനായിട്ട്. തികച്ചും ആകസ്മികമായി ഉണ്ടായ ഒരു സംഭവം, ഒറ്റപ്പെട്ട സംഭവം എന്നൊന്നും പറയാൻ നിർത്തിയില്ല. കേരളത്തിലെമ്പാടും ഇത്തരത്തിൽ ക്ഷേത്ര ധ്വംസനങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടുത്തെ സംഭവം നമ്മൾ എല്ലാവർക്കും ഇപ്പൊ ഇതിനകം തന്നെ വാർത്തകൾ പുറത്തു വന്നത് നമ്മൾ അറിയാം. അടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുന്നു ക്ഷേത്രം, വിഗ്രഹം എടുത്തു കൊണ്ടുപോയിരിക്കുന്നു. വിഗ്രഹം എവിടെയാണെന്ന് അറിയില്ല. ഇത് മറ്റൊരു ആരാധനാലയത്തിന് നേരെയാണ് നടക്കുന്നത് എങ്കിൽ നമ്മുടെ കേരളത്തില് ഇതിനകം തന്നെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമായിട്ട് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അടക്കം വലിയ തോതിൽ രംഗത്ത് വരും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ കോൺഗ്രസിന്റെയോ സംസ്ഥാനതല നേതാക്കന്മാർ തന്നെ അതിനോട് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരും. പക്ഷേ ഒരു ഹിന്ദു ആരാധനാലയമായതുകൊണ്ടാവണം അതൊന്നും ഇവരുടെ ശ്രദ്ധയിൽ പെടുന്നേയില്ല. അപ്പോ ഇത് ഹിന്ദുക്കളോട് മാത്രമുള്ള ഒരു ആക്രമണമായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുക. ഹിന്ദുക്കളുടെ മെക്കെട്ട് കയറുക എന്നുള്ളത് ഒരു ഫാഷനായിട്ട് കേരളത്തിൽ മാറുകയാണ്. ഇതിനെ അങ്ങേയറ്റം ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തക ഇതിനും തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇത് വലിയ തോതിലുള്ള പ്രതിഷേധമായിട്ട് തന്നെ ഉയർത്തും. ആ ക്ഷേത്രം അവിടെ പുനർനിർമ്മിക്കുക എന്നുള്ളത് സർക്കാർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്യാൻ തയ്യാറാവണം. ഇത്തരം ഒരു കാര്യം നടന്നതിന് സർക്കാർ ഉത്തരവാദിയാണ്, ഭരണ സംവിധാനം ഇക്കാര്യത്തിൽ ഉത്തരവാദിയാണ്. ഇത് ആരാ തകർത്തേന്നുള്ളത് വെച്ചാൽ അവരെ പിടിക്കാനുള്ള ചുമതല സർക്കാരിനുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിന്റെ കുറ്റക്കാരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി ശക്തമായ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങളത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയാണ്. വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന്.